പ്രിയപ്പെട്ടവരെ, ജനതകളുടെ ദുരാചാരങ്ങൾ അനുകരിക്കരുതെന്ന് തിരുവചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്വർഗം നൽകുന്ന നിയമങ്ങളും ചട്ടങ്ങളും നിർദ്ദേശങ്ങളുമാണ് തിരുവചനങ്ങളിലൂടെ നമുക്ക് നൽകപ്പെടുന്നത്. അവ അതേപടി അനുസരിച്ചാൽ നമുക്ക് അനുഗ്രഹം ലഭിക്കും. എന്നാൽ അവ ധിക്കരിച്ചാൽ ശാപമാണ് ലഭിക്കുക. ഈശോയുടെ തിരുരക്തത്താൽ വിലക്കി വാങ്ങപ്പെട്ട നമ്മൾ ദൈവം നമ്മളോട് അരുളി ചെയ്ത വചനങ്ങൾ അനുസരിക്കാൻ കടപ്പെട്ടവരാണ്. ജനതകളുടെ ദുരാചാരങ്ങൾ അനുകരിക്കരുത് എന്നത് ദൈവത്തിന്റെ കൽപ്പനയാണ്. 1599 നടന്ന ഉദയംപേരൂർ സുനകദോസിലെ തീരുമാനപ്രകാരം ഓണം ആഘോഷിക്കുന്നവരെ സഭയിൽ നിന്ന് പോലും മഹറോൻ ചൊല്ലുമായിരുന്നത്രേ. കാലക്രമേണ അന്യജനതകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കാൻ തുടങ്ങി. മെല്ലെ മെല്ലെ ഇന്ന് ഇത് ക്രിസ്ത്യാനികളുടെ ആഘോഷമായി തീർന്നിരിക്കുകയാണ്. ഒരു മതത്തിന്റെ ആഘോഷം എന്നതിനേക്കാൾ ഇത് ദേശത്തിന്റെ ആഘോഷമായും വിളവെടുപ്പ് മഹോത്സവമായും ഒക്കെ ഗണിക്കപ്പെടുകയാണ്. ഏതു പേര് പറഞ്ഞാലും ദുരാചാരം ദുരാചാരം തന്നെയാണ്. വിഗ്രഹാരാധന അല്ലാതെയായി മാറുന്നുമില്ല. 1961 മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ളയാണ് ഓണത്തെ കേരളത്തിന്റെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചത്. അതുവരെ തൃക്കാക്കര അമ്പലത്തിലെ മാത്രം ഉത്സവമായിരുന്നു അത്രേ ഓണം. മഹാബലിയുടെ വരവും വാമനന്റെ പാതാളത്തിലേക്കുള്ള ചവിട്ടിത്താഴ്ത്തലും എല്ലാം കെട്ടുകഥയും ഇതിഹാസവുമായി നിൽക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി എന്തിന് ഒരർത്ഥവുമില്ലാത്ത ഈ വിധ ആഘോഷങ്ങളുടെ പുറകെ പോകുന്നത്? ഇതിന് ദുഷ്ടപിശാചിന്റെ കുടിലതന്ത്രം എന്നതല്ലാതെ മറ്റൊന്നും പറയാനാവില്ല. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 15-ാം വാക്യത്തില് പൗലോസ്ലീഹ പറയുന്നത്, ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? വെറുതെ ഒരു രസത്തിന് എന്ന് പറഞ്ഞ് അത്തപ്പൂവിടലും പൂക്കള മത്സരവും തിരുവോണനാളിൽ പട്ടുപാവാട ചാർത്തിയുള്ള യാത്രയും എല്ലാം സംസ്കാരത്തിന്റെ ഭാഗമായി നമ്മിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. വിശുദ്ധവും അശുദ്ധവും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് ദൈവജനം തിരിച്ചറിയുന്നില്ല. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നു, അവളുടെ പുരോഹിതന്മാർ എന്റെ നിയമം ലംഘിക്കുന്നു, അവർ എന്റെ വിശുദ്ധ വസ്തുക്കളെ മലിനമാക്കുന്നു. വിശുദ്ധവും അശുദ്ധവും തമ്മിൽ അവർ അന്തരം കാണുന്നില്ല. നിർമ്മലവും മലിനവും തമ്മിലുള്ള വ്യത്യാസം അവർ പഠിപ്പിക്കുന്നുമില്ല. എന്റെ സാബത്തുകൾ അവർ അവഗണിക്കുന്നു. തന്മൂലം അവരുടെ ഇടയിൽ ഞാൻ അപമാനിതനായിരിക്കുന്നു. ദൈവം അരുതെന്ന് കൽപ്പിച്ചവ നമ്മൾ ചെയ്താൽ ദൈവത്തിന്റെ ക്രോധം ദേശത്ത് കടന്നു വരാൻ കാരണമാകും. ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവം പറയുന്നത് അതേപടി നമ്മൾ അനുസരിക്കണം. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടിച്ചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്തു പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്തു കൂട്ടുകെട്ടാണുള്ളത്? കർത്താവിന്റെ 2-ാം വരവ് വരെ പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കമായും അന്യൂനമായും കാത്തുസൂക്ഷിക്കാൻ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഈശോ പറയുന്നത്, ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നിയമാവർത്തനം 12-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. കർത്താവ് വെറുക്കുന്ന സകല മ്ലേച്ഛതകളും അവർ തങ്ങളുടെ ദേവന്മാർക്ക് വേണ്ടി ചെയ്തു. ദേവന്മാർക്ക് വേണ്ടി അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രികളെയും പോലും തീയിൽ ദഹിപ്പിച്ചു എന്നും, ഓണം ഒരു മതത്തിന്റെ ആഘോഷമല്ല എന്നും
ഓണം ആഘോഷിക്കുന്നത് വഴി ഒരന്യ ദൈവത്തെയും ആരാധിക്കുന്നില്ല എന്നും മതവുമായി ഇതിനെ കൂട്ടിക്കലർത്തേണ്ടതില്ല എന്നും ഉള്ള വാദപ്രതിവാദം നടത്തുന്നവർ തർക്കിച്ചു നൽകും. വിവേകമുള്ളവർ സൂക്ഷ്മതയോടെ വചനം പരിശോധിക്കുകയും ഗ്രഹിക്കുകയും ഉത്തമമായ ബോധ്യം ലഭിക്കുന്നവർ ഈ ദുരാചാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയുമാണ് ചെയ്യേണ്ടത്. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ വിവരിക്കുന്നു, വിജാതീയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ്, ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയും അരുത്, അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കുമെന്ന് പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ അരുളി ചെയ്യുന്നു.